2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മൊഡ്യൂൾ 3ലെയും മൊഡ്യൂൾ 4ലെയും ക്വസ്റ്റ്യൻസ്, ലിമിറ്റ്സും ഡിഫറൻഷിയേഷനും. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് എ എന്ന് പറയുമ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ലിമിറ്റ് കാണാനാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണുക എന്നുള്ളത്. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേരിയബിളിൻ്റെ വാല്യൂ ഏതിലോട്ടാണോ ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് വേരിയബിളിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0, തീറ്റയാണ് ഇവിടെ വേരിയബിൾ എന്ന് പറയേണ്ടത്, ടെൻസ് ടു 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോസ് തീറ്റയിൽ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക, 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും, കോസ് 0 എന്ന് വരും. കോസ് 0യുടെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പോൾ ഏത് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ആദ്യം ഡയറക്റ്റായിട്ട് വേരിയബിൾ ഏതിലോട്ടാണോ ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഫൈൻഡ് dy ബൈ dx ഇഫ് y ഈക്വൽ ടു e റേസ് ടു x മൈനസ് ലോഗ് x. ഡെറിവേറ്റീവ് കാണാനാണ്. y ഈക്വൽ ടു e റേസ് ടു x മൈനസ് ലോഗ് x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് വി ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് ഡെറിവേറ്റീവ് ഓഫ് വി. ഇനിയിപ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്ത് വരും, ഡെറിവേറ്റീവ് ഓഫ് യു പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വി എന്ന് വരും. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണ് നോക്കുക, അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ലോഗ് എക്സ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. എന്തായിരുന്നു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഇ റേസ് ടു എക്സ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x എന്ന് വരും. അപ്പോൾ ഡെറിവേറ്റീവ് y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ലോഗ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇ റേസ് ടു എക്സ് മൈനസ് 1/x എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യന്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് dy ബൈ dx ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 1. ഇതും ഡെറിവേറ്റീവ് കാണാനാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 1. ഇവിടെ മനസ്സിലാക്കേണ്ടത് എക്സും വൈയും കണക്റ്റഡായി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സും വൈയും മിക്സ്ഡായി വന്നു കഴിഞ്ഞാൽ അതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാം. ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് എന്ന്. എക്സും വൈയും കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ അതെന്താണ്, ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 1. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്, എന്നിൻ്റെ സ്ഥാനത്ത് 2 എന്ന് വരും. 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 ഈക്വൽ ടു 2x എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കിട്ടി. അപ്പോൾ അതിന് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന സ്ഥാനത്ത് 2x എന്ന് കൊടുക്കാം. ഡെറിവേറ്റീവ് ഓഫ് y dy ബൈ dx 1 എന്നുള്ളത് എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ 2x പ്ലസ് 2 dy ബൈ dx ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്, dy ബൈ dx ആണ് കാണേണ്ടത്. അപ്പോൾ dy ബൈ dx കാണാൻ നമുക്കിവിടെ ഇതാണ് കിട്ടിയത്, 2x പ്ലസ് dy ബൈ dx ഈക്വൽ ടു 0. ഇതിന്ന് ഈ dy ബൈ dx മാത്രം ഇവിടെ നിർത്തിയിട്ട് 2xനെ ഈക്വൽ ടുൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ പ്ലസ് 2x ആണ്, അതങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, മൈനസ് 2x എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, dy ബൈ dx ഈക്വൽ ടു മൈനസ് 2x എന്ന് കിട്ടി. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. എക്സും വൈയും മിക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ എക്സും വൈയും വേരിയബിൾസ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. ഇവിടെ y ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത്, ലോഗ് എക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവ് എങ്ങനെ കാണാമെന്നുള്ളത്. ഇനി ലോഗ് എക്സിന് പകരം ഏത് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും സെക്കൻഡ് ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയേണ്ടത് നമ്മളൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ dy/dx കാണും. ഇതാണ് എന്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയേണ്ടത്. ഈ കിട്ടിയ ആൻസറിനെ വീണ്ടും ഡെറിവേറ്റീവ് കാണുന്നതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക d²y/dx². അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? d²y/dx² ആണ് കാണേണ്ടത്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എന്താണ്? ലോഗ് എക്സ് ആണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് dy/dx കാണും. എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു 1/x എന്ന് വരും. ഇനി നമുക്കിവിടെ dy/dx എന്താ കിട്ടിയത്? 1/x ആണ്. ഇതിനെ വീണ്ടും ഡെറിവേറ്റീവ് കാണും. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് d²y/dx² എന്ന് പറയേണ്ടത്. എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് dy/dx. ഇവിടെ dy/dx എന്താ? 1/x ആണ്. 1/xൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? -1/x². അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ ഫംഗ്ഷൻസാണ്. ഇനിയിപ്പോൾ വേറെ ഫംഗ്ഷൻസൊക്കെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആദ്യം അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, എന്നിട്ട് കിട്ടിയ ആൻസറിൻ്റെ വീണ്ടും ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് ബി പാർട്ടാണ്. ബി പാർട്ട് എന്ന് പറഞ്ഞാൽ 3rd മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ 3rd മാർക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഷോ ദാറ്റ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 tan θ/θ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് പ്രൂവ് ചെയ്യാനാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 tan θ/θ ഈക്വൽ ടു 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലിമിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. ലിമിറ്റും ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാതെ എന്താണ്? ട്രിഗണോമെട്രിക്കൽ ലിമിറ്റ് എന്ന റിസൾട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എന്താണ് ട്രിഗണോമെട്രിക്കൽ ലിമിറ്റ് റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin θ/θ ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ റിസൾട്ടിൽ ശ്രദ്ധിക്കേണ്ടത് സൈനിൻ്റെ കൂടെ വരുന്ന ആംഗിൾ തന്നെ സെയിം താഴെ ഡിനോമിനേറ്ററിലും വരണം. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കുക? ഈക്വൽ ടു 1 ആണ് എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് tan θ/θ ഈക്വൽ ടു 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് tan θ എന്ന് പറഞ്ഞാൽ എന്താണ്? sin θ/cos θയാണ്. അപ്പോൾ നമ്മളിവിടെ ടാനിൻ്റെ സ്ഥാനത്ത് sin θ/cos θ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? sin θ/cos θ/θ എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് sin θ/cos θ/θയാണ്. അത് മുകൾക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? റെസിപ്രോക്കൽ 1/θ ആയിട്ട് മാറും. അങ്ങനെ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin θ/cos θ ഇൻറ്റു 1/θ എന്ന് വരും. ഇനി നമ്മൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin θ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ sin θ/cos θ ഇൻറ്റു തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും? തീറ്റ ഇൻറ്റു cos θ എന്ന് എഴുതാം. ഇനി നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 ഈ sin θ/θനെ ഒരു ടേം ആക്കിയിട്ട് എഴുതാം. ബാക്കി 1/cos θനെ ഒരു ടേം ആക്കിയിട്ട് എഴുതാം. എന്നിട്ട് രണ്ടിലും ലിമിറ്റ് കൊടുക്കുക. അതായത് ഓരോ ടേമിനും ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin θ/θ ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 1/cos θ എന്ന് വരും. എന്തായിരുന്നു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin θ/θ എന്ന് പറയുന്നത്? നമ്മുടെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് 1 എന്ന് കൊടുക്കാം. അടുത്തത് ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുക്കുക. തീറ്റ ടെൻസ് ടു 0 ആണ് 1/cos θ. അപ്പോൾ 1/cos തീറ്റയ്ക്ക് 0 കൊടുക്കുക. 1/cos 0 ഈക്വൽ ടു 1 ഇൻറ്റു 1/1 ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 tan θ/θ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. tan θ എന്ന് പറഞ്ഞാൽ എന്താണ്? sin θ/cos θയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇവിടെ എന്താണ്? എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. നേരത്തെ നമ്മൾ പ്ലസും മൈനസും വരുന്ന കേസ് പറഞ്ഞു. ഇനി എക്സ് ഇൻറ്റു ആകുമ്പോൾ അവിടെയാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞിട്ട് റൂൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു പ്രൊഡക്റ്റ് റൂൾ? നമ്മൾ ആദ്യത്തെ ഫംഗ്ഷനെ യുവും രണ്ടാമത്തെ ഫംഗ്ഷനെ വി ആയിട്ടും എടുക്കുകയാണെങ്കിൽ യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു. ഇതാണ് എന്ത്? പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇവിടെ യു എന്നത് ആദ്യത്തെ ഫംഗ്ഷൻ
ഫംഗ്ഷനും വി എന്നുള്ളത് രണ്ടാമത്തെ ഫംഗ്ഷനും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷനെ നമ്മൾ യു ആയിട്ട് എടുക്കാം, എക്സിന് സൈൻ ഇൻവേഴ്സ് എക്സിന് വി ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ യു ഇൻറ്റു അതായത് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു. ഇനി എന്ത് ചെയ്യുക? ഡയറക്റ്റായിട്ട് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ എക്സിന് അതുപോലെ എഴുതി ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√1 - ആണ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടി? എക്സ് ഇൻറ്റു 1/√1 - പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ആവുമ്പോൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രൊഡക്റ്റ് റൂൾ എന്തായാലും അറിഞ്ഞിരിക്കണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഇഫ് എക്സ് ഈക്വൽ ടു 2t ക്യൂബ് വൈ ഈക്വൽ ടു 4t², ഫൈൻഡ് dy ബൈ dx. എക്സ് ഈക്വൽ ടു 2t ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്, വൈ ഈക്വൽ ടു 4t² എന്ന് തന്നിട്ടുണ്ട്, dy ബൈ dx അതായത് ഡെറിവേറ്റീവ് കാണാനാണ്. ഇതൊരൊറ്റ ഫംഗ്ഷനാണ്. ഈ എക്സ് ഈക്വൽ ടു 2t ക്യൂബ് വൈ ഈക്വൽ ടു 4t² എന്ന് പറയുന്നത് ആ ഫംഗ്ഷന് പറയുന്ന പേരാണ് പാരാമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ തീറ്റയും ടിയും ആണ് പാരാമെട്രിക് ഫംഗ്ഷന്. അപ്പോൾ ഒരു പാരാമെട്രിക് ഫംഗ്ഷന് എങ്ങനെയാണെന്ന് ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എക്സും വൈയും തന്നിട്ടുണ്ടാവും. ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതൊരു പാരാമെട്രിക് ഫംഗ്ഷനാണ്. ഒരു പാരാമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയേണ്ടത് dy ബൈ dx ഈക്വൽ ടു dy ബൈ dt ബൈ dx ബൈ dt ആയിരിക്കും. ഇനി ഇവിടെ എന്താണ് dy ബൈ dt എന്ന് പറയുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിൽ y തന്നിട്ടുണ്ട് 4t² എന്ന്. അതിൻ്റെ ഡെറിവേറ്റീവാണ് dy ബൈ dt എന്ന് പറയേണ്ടത്. അതുപോലെ തന്നെ എക്സ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഡെറിവേറ്റീവാണ് എക്സ് എന്ന് പറഞ്ഞാൽ 2t ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവാണ് എന്ത്? dx ബൈ dt എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം dx ബൈ dt കണ്ടുപിടിക്കാം. ഇവിടെ dx ബൈ dt എന്ത് വരും? 2 ഇൻറ്റു ടി ക്യൂബാണ് ഡെറിവേറ്റീവ് ഓഫ് ടി ക്യൂബ്. ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n-1 ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ടി ക്യൂബ്, അവിടെ വേരിയബിൾ എക്സ് ആയിരുന്നു, ഇവിടെ വേരിയബിൾ എന്താണ്? ടി ആണ്. അപ്പോൾ വേരിയബിൾ ടിക്ക് ഇവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3t² എന്ന് വരും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട്, 2 ഇൻറ്റു 3t². അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6t² എന്ന് കിട്ടും. അതായത് dx ബൈ dt ഈക്വൽ ടു 6t² എന്ന് കിട്ടും. ഇനി dy ബൈ dt ആണ്. y എന്താണ്? 4t² ആണ്. അപ്പോൾ dy ബൈ dt ഈക്വൽ ടു 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t². എന്തായിരുന്നു t²ൻ്റെ ഡെറിവേറ്റീവ്? നേരത്തെ റിസൾട്ട് തന്നെ. അപ്പോൾ 4 ഇൻറ്റു 2t എന്ന് വരും. അതായത് 4 ഇൻറ്റു 2 8t എന്ന് വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? dx ബൈ dt കിട്ടി, dy ബൈ dt കിട്ടി. ഇനി എന്താണ് ഒരു പാരാമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്? dy ബൈ dx എന്ന് പറഞ്ഞാൽ dy ബൈ dt ബൈ dx ബൈ dt. ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? പഠിക്കണം. ആദ്യം പാരാമെട്രിക് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ dy ബൈ dt എന്ന് പറഞ്ഞാൽ 8t ആണ്, dx ബൈ dt എന്ന് പറഞ്ഞാൽ 6t². വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4/3t എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് പാരാമെട്രിക് ഫംഗ്ഷൻ എങ്ങനെ വരിക എന്നുള്ളതാണ്. ഒരു പാരാമെട്രിക് ഫംഗ്ഷൻ എക്സും ഇത് കിട്ടും, നമുക്ക് എക്സും വൈയും തരും. അങ്ങനെയാണെങ്കിൽ പാരാമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dy ബൈ dx ഈക്വൽ ടു dy ബൈ dt ബൈ dx ബൈ dt ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് dy ബൈ dx ഇഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു 3x. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു 3x. ഇതെന്ത് തന്നെയാണ്? എക്സും വൈയും കണക്റ്റഡ് ആയിട്ട് വരുന്ന ഫംഗ്ഷനാണ്. അതിന് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എങ്ങനെയായിരുന്നു ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാം? ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു 3x. ഇപ്പോൾ ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കാണാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ ക്യൂബ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്.
എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² എന്ന് കിട്ടും. വൈ ക്യൂബിൻ്റെത് 3y² എന്ന് വരും. ഇവിടെ വൈ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് എന്നും കൂടെ വരും ഇൻറ്റു dy/dx എന്ന ഒരു ടേമും കൂടെ വരും. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് dy/dx ഈക്വൽ ടു എന്ത് കിട്ടി? ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ്, അതായത് 3x² പ്ലസ് 3y² ഇൻറ്റു dy/dx ഈക്വൽ ടു 3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇൻറ്റു 1. അതാണ് എന്ത്? 3 എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് 3x² പ്ലസ് 3y² ഇൻറ്റു dy/dx ഈക്വൽ ടു 3 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ 3y² ഇൻറ്റു dy/dx മാത്രം അവിടെ നിർത്തും. നമുക്ക് dy/dx ആണ് കാണുന്നത്. അപ്പോൾ ബാക്കി ടേമിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? 3 മൈനസ് 3x² എന്ന് വരും. ഇനി dy/dx ഈക്വൽ ടു 3 മൈനസ് 3x² ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് 3 ഇൻറ്റു ആണ്. അതിനങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ഇവിടെ 3യും 3യും രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 1 മൈനസ് x² എന്ന് വരും ഡിവൈഡഡ് ബൈ 3y². 3യും 3യും ക്യാൻസലായി പോവും. ബാക്കി എന്ത് വരും? 1 മൈനസ് x² ബൈ y² എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഇഫ് y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഷോ ദാറ്റ് d² y/dx² പ്ലസ് y ഈക്വൽ ടു 0. y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യണം എന്ത്? സെക്കൻഡ് ഡെറിവേറ്റീവും വൈയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഈക്വൽ ടു 0 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? d² y/dx² ആണ്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. എങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം? y നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് dy/dx കാണണം, എന്നിട്ട് അതിനെ വീണ്ടും സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ വരും? y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ dy/dx എങ്ങനെ വരും? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് വരും, കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് dy/dx കിട്ടി, അതായത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ ആ കിട്ടിയ ആൻസറിനെ, അതായത് കോസ് എക്സ് മൈനസ് സൈൻ എക്സിന് എന്ത് ചെയ്യണം? വീണ്ടും ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെത് മൈനസ് കോസ് എക്സ്. സൈൻ എക്സിൻ്റെത് കോസ് എക്സ് ആണ്, ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ എന്ത് വരും? മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? d² y/dx² കിട്ടി. എന്താണ്? മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ്. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യാനുള്ളത്? ഇവിടെ d² y/dx² പ്ലസ് y ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. എന്തായിരുന്നു d² y/dx² എന്ന് പറഞ്ഞാൽ? മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇത് എഴുതാം. പ്ലസ് സൈൻ എക്സ്, വൈ എന്തായിരുന്നു? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു എന്തായിട്ട് വരും? മൈനസ് സൈൻ എക്സും പ്ലസ് സൈൻ എക്സും ക്യാൻസലായി പോകും. മൈനസ് കോസ് എക്സും പ്ലസ് കോസ് എക്സും ക്യാൻസലായി പോയിട്ട് ബാക്കി എന്ത് വരും? ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവും വൈയും 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം, എന്നിട്ട് y ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു 0 ആണ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രൊസീജിയർ എല്ലാവരും പഠിച്ചു വെക്കും. ഇനി അടുത്തത് നമുക്ക് ഇത്രയാണ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് പാർട്ട് സി, അതായത് essay ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ബൈ സൈൻ 4x. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് സൈൻ 2x ബൈ സൈൻ 4x. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ലിമിറ്റ് ഉണ്ട്, ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. ഏത് റിസൾട്ട് ആയിരിക്കും? ട്രിഗണോമെട്രിക്കൽ ലിമിറ്റ് റിസൾട്ട് ആയിരിക്കും. എന്താണ്? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടണം? ഈ ട്രിഗണോമെട്രിക്കൽ ലിമിറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0
സൈൻ തീറ്റ. ഇവിടെ സൈനിൻ്റെ കൂടെ ഏത് ആംഗിൾ ആണെങ്കിലും ഇപ്പോൾ എം എന്നൊരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ എം തീറ്റ ഡിവൈഡഡ് ബൈ എം തീറ്റയാണ് എന്ത് ഈക്വൽ ടു 1 എന്ന് പറയണത്. അതായത് സൈനിൻ്റെ കൂടെ വരുന്ന സെയിം ആംഗിൾ എന്ത് വരണം, ഡിനോമിനേറ്ററിൽ വരണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈക്വൽ ടു ലിമിറ്റ് വാല്യൂ 1 ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x/4x ആണ്. തീറ്റയ്ക്ക് പകരം വേരിയബിൾ ഇവിടെ എന്താ വന്നിട്ടുള്ളത്, എക്സ് ആണ്. അപ്പോൾ റിസൾട്ടിൽ എക്സ് എന്ന് മാറ്റം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് വരണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x/x ബൈ സൈൻ 4x/x എന്ന് വരും. അപ്പോൾ നമുക്ക് അത്രയും കിട്ടി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്ക് സൈൻ 2x, ഇവിടെ സൈൻ 2x/x ആണ്, താഴെ സൈൻ 4x/x ആണ്. താഴെ എന്ത് വരണം, ഇവിടെ 2x എന്ന് വരണം, ഇവിടെ താഴെ 4x എന്ന് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്തു, താഴെ 2x വരാൻ വേണ്ടി ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്തുകൂടെ ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും സൈൻ 4x ആണ് ഉള്ളത്. അപ്പോൾ താഴെ 4x വരണം. അപ്പോൾ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ കൂടെ 4 കൊണ്ട് മൾട്ടിപ്ലൈയും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വന്നു, ഇവിടെ സൈൻ 2x/2x ഇൻറ്റു 2 ബൈ സൈൻ 4x/4x ഇൻറ്റു 4 എന്ന്. നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്ത 2ഉം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത 4നെയും നമ്മൾ ലിമിറ്റിൻ്റെ പുറത്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x/2x ബൈ സൈൻ 4x/4x എന്ന് വരും. എന്നിട്ട് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിന് നമ്മൾ എന്ത് കൊടുക്കുക, ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x/2x ഈക്വൽ ടു 1 ആയിരിക്കും. അതിങ്ങനെ നമ്മുടെ ട്രിഗണോമെട്രിക്കൽ ലിമിറ്റ് റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് കൊടുക്കുക, 1 എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x/4x ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ എന്ത് വരും, ഓൾറെഡി ഇവിടെ 2/4 ഉണ്ട്, 2/4 ഇൻറ്റു 1/1, അതായത് 2/4 എന്ന് വരും. 2/4 എന്ന് പറയുമ്പോൾ എന്താണ്, ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത്, ഇത് ലിമിറ്റും അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതൊരു ട്രിഗണോമെട്രിക്കൽ ലിമിറ്റ് റിസൾട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ റിസൾട്ട് നോക്കുക, റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. റിസൾട്ടിൻ്റെ ഫോമിലേക്ക് നമ്മൾ എത്തിച്ചിട്ടത് ഈക്വൽ ടു 1 ആണ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നോക്കുക, ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x³ - 27/x² - 9. അതാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഓൾജിബ്രായിക്കൽ ലിമിറ്റ് യൂസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആദ്യം ഡയറക്റ്റായിട്ട് എക്സ് ടെൻസ് ടു 3 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് എക്സ് ടെൻസ് ടു 3 കൊടുക്കുമ്പോൾ എന്ത് വരും, x³ അതായത് 3³ - 27/x² - 9 അതായത് 3² - 9 എന്ന് വരും. 3³ എന്ന് പറഞ്ഞാൽ എന്താ, 27 ആണ്. 27/-27 എന്ന് പറഞ്ഞാൽ 0/3² എന്ന് പറഞ്ഞാൽ 9 -9 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 0. 0/0 എന്ന ഫോമിൽ വരും. 0/0 എന്താണ്, ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു മെത്തേഡ് ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പഠിച്ചൊരു മെത്തേഡാണ് എന്ത്, നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട് ഓൾജിബ്രായിക്കൽ ലിമിറ്റ് എന്നുള്ളത്. എന്തായിരുന്നു ഓൾജിബ്രായിക്കൽ ലിമിറ്റിലെ റിസൾട്ട്, ഓൾജിബ്രായിക്കൽ ലിമിറ്റ് എന്ന് റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസൾട്ട് ഇതാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു a x⁻n - a⁻n ഡിവൈഡഡ് ബൈ x - a. അത് ഈക്വൽ ടു എന്താണ്, n × a⁻n - 1 ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സ് ടെൻസ് ടു a ആണ്. x⁻n - a⁻n ഡിവൈഡഡ് ബൈ x - a. ഈ ഫോമിൽ തന്നെ നമുക്ക് എന്ത് വരണം, ലിമിറ്റ് വരണം, ഫംഗ്ഷൻ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം, ലിമിറ്റ് എന്ന് പറയുന്നത് n × a⁻n - 1 ആണ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, x³ - 27/x² - 9. അപ്പോൾ ഇവിടെ താഴെ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് വരണം, നമ്മളെ റിസൾട്ട് അനുസരിച്ചിട്ട് x - a എന്ന് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, x - a ഉണ്ട്. ഇവിടെ x ടെൻസ് ടു 3 ആണ്. അപ്പോൾ a ഈക്വൽ ടു എന്താണ്, 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, x - 3 ഉണ്ട് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും,
ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ക്യൂബ് മൈനസ് 27 ബൈ എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 9 ബൈ എക്സ് മൈനസ് 3 എന്ന് വരും. ഇവിടെ ലിമിറ്റ് രണ്ടിനും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ലിമിറ്റ് കൊടുക്കാം. ഇവിടെ എന്തുണ്ട്, ഒരു 27 ഉണ്ട്. നമ്മൾ റിസൾട്ട് അനുസരിച്ച് നമുക്ക് എങ്ങനെ ആവണം, എ റേസ് ടു എൻ എന്ന ഫോം ആവണം. ഇവിടെ എ എന്താണ്, 3 ആണ്. എൻ എന്ന് പറയുന്നത് എക്സിൻ്റെ പവർ 3 ആണ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, 27 ആണ്. അപ്പോൾ നമുക്ക് 27 3 ക്യൂബ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ മൈനസ് 9 ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് 3 ആണ്, എൻ എന്ന് പറയുന്നത് എക്സിൻ്റെ പവർ 2 ആണ്. അപ്പോൾ നമുക്ക് എന്നിന്, അതായത് 9 നമുക്ക് എങ്ങനെ എഴുതാം, 3 സ്ക്വയർ ഈക്വൽ ടു എന്താണ്, 9 ആണ്. അപ്പോൾ നമ്മളിവിടെ 9 പകരം അതിനൊന്ന് മാറ്റി എഴുതാണ് 3 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചെയ്തത് എത്രയാണ്, എ റേസ് ടു എൻ എന്ന ഫോമിലേക്ക് മാറ്റണം നമ്മൾ റിസൾട്ടിനെ. എ റേസ് ടു എൻ എന്ന ഫോമിൽ മാറ്റിയാലേ നമ്മൾ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 27 നമ്മൾ 3 ക്യൂബ് എന്നും 9 3 സ്ക്വയർ എന്നും എഴുതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ റിസൾട്ടിൻ്റെ ഫോമിലായില്ലേ. റിസൾട്ടിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഇവിടെ നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ക്യൂബ് മൈനസ് 3 ക്യൂബ് ബൈ എക്സ് മൈനസ് 3. അതിൻ്റെ ലിമിറ്റ് എന്താണ്, എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. അതാ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും ഇവിടെ എൻ ഈക്വൽ ടു എന്ത് വരും, എക്സിൻ്റെ പവർ 2 ആണ്. അപ്പോൾ എൻ ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ രണ്ട് റിസൾട്ട് അപ്ലൈ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം 3 റേസ് ടു 3 മൈനസ് 1 ചെയ്യുക, അതായത് 3 സ്ക്വയർ എന്ന് വരും. എന്നിട്ട് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ 9/2 എന്ന് ഫൈനൽ ആൻസർ വരും. ഓൾജിബ്രായിക്ക് ലിമിറ്റാണ് റിസൾട്ട്. എന്താണ് റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യുക ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യുക, റിസൾട്ടിൻ്റെ ഫോമിലേക്ക് ഫംഗ്ഷൻ എത്തിക്കിട്ടിയാൽ നമുക്ക് റിസൾട്ട് n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 എന്ന റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തതിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് യൂസിങ് കോഷ്യൻ റൂൾ. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് കോഷ്യൻ റൂൾ വെച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ്. അതുപോലെ തന്നെ എന്തായിരുന്നു കോഷ്യൻ റൂൾ എന്നുള്ളത്, കോഷ്യൻ റൂളും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോഷ്യൻ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു, ഡെറിവേറ്റീവ് ഓഫ് യു ബൈ വി. അതായത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഉള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്തായിരുന്നു, വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇങ്ങനൊരു കോഷ്യൻ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ ഡെറിവേറ്റീവ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. എന്താണ്, സൈൻ എക്സിനെ യു ആയിട്ട് എടുക്കുക, കോസ് എക്സിന് എന്തായിട്ട് എടുക്കുക, വി ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ കോഷ്യൻ റൂൾ അനുസരിച്ചിട്ട് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്ന് വരും. അപ്പോൾ കോഷ്യൻ റൂളാണ്, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. ഇനി കോസ് എക്സിന് അതുപോലെ എഴുതാം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്തായിരുന്നു, കോസ് എക്സ് ആയിരുന്നു. മൈനസ് ഈ സൈൻ എക്സ് അതുപോലെ എഴുതി, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അപ്പോൾ നമുക്ക് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്തായിരുന്നു, കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. മൈനസ് ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു മൈനസ് സൈൻ എക്സ് ഉണ്ട്. അത് രണ്ടും എന്തായിട്ട് മാറും, പ്ലസ് ആവും. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എന്താണ്, സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പോൾ ന്യൂമറേറ്റർ എങ്ങനെ വരും, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ താഴെ എന്തുണ്ട്, കോസ് എക്സ് ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം, കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് നമ്മളൊരു ട്രിഗണോമെട്രിയിലെ റിസൾട്ട് പഠിച്ചതാണ്. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്താണ്, 1 ആണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, 1 എന്ന് വാല്യൂ കൊടുത്തു. 1 ബൈ കോസ് സ്ക്വയർ എക്സ്. നമുക്കറിയാം 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സീക്ക് എക്സ് ആയിരുന്നു. അപ്പോൾ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ത് വരും, സീക്ക് സ്ക്വയർ എക്സ് എന്ന് വരും. അതായത് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് യൂസിങ് കോഷ്യൻ റൂൾ എന്നാണ്. ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക.
ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഇനി അതിൽ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 3√x + 5. ഇവിടെ എന്താണ്, ഓരോ ടേമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, മൈനസും പ്ലസും വന്നിട്ടുണ്ട്. ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ y ഈക്വൽ എന്താണ്, നമുക്ക് തന്ന ക്വസ്റ്റ്യന് y ആയിട്ട് എടുക്കാം. എക്സ് ക്യൂബ് മൈനസ് 3√x + 5 dy/dx ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 3 കോൺസ്റ്റൻ്റ് ആണ്, 3 ഡെറിവേറ്റീവ് ഓഫ് √x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 5. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 3x² മൈനസ് 3 √xൻ്റെ ഡെറിവേറ്റീവ് 1/2√x പ്ലസ് 5 എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് വരും. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് ഫൈനൽ ആൻസർ എന്ത് വരും, 3x² മൈനസ് 3 × 1/2√x, അതായത് 3/2√x പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും, ആ ടേം തന്നെ വരും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഇത് ഓരോ ടേമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x² മൈനസ് 5x + 6 ഡിവൈഡഡ് ബൈ x² + x - 6. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാക്കുക ഇതെന്താണ്. അത് ഡയറക്റ്റ് വാല്യൂ കൊടുത്ത് നോക്കുക. ഡയറക്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് ന്യൂമറേറ്റർ x² എന്ന് പറഞ്ഞാൽ 4 മൈനസ് 5 × 2 10 പ്ലസ് 6, അതായത് എന്ത് വരും, ന്യൂമറേറ്റർ 0 എന്ന് വരും. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ 4 + 2 - 6 0/0 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് നമുക്ക് കിട്ടില്ല, വേറൊരു മെത്തേഡ് ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതെന്താണ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. എന്തായിരുന്നു ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലീനിയർ ഇക്വേഷൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതും. എന്തായിരുന്നു ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, പവർ 1 ആയ ഇക്വേഷന്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് പവർ, വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ എന്തായിരിക്കണം, 2 ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം ന്യൂമറേറ്റർ കൺസിഡർ ചെയ്യുക. എന്തായിരുന്നു, x² മൈനസ് 5x + 6. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് a ഈക്വൽ ടു ഇവിടെ എന്താണ് 1 ആണ്, b ഈക്വൽ ടു -5 ആണ്, c ഈക്വൽ ടു 6 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ a ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ 2 നമ്പർ കണ്ടുപിടിക്കുകയാണ്. ഏതെങ്കിലും 2 നമ്പർ കണ്ടുപിടിക്കണം. 2 നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, c കിട്ടണം. അതുപോലെ തന്നെ ആ സെയിം നമ്പർ കൂട്ടുമ്പോൾ, ഇൻറ്റു ചെയ്യുമ്പോൾ സിയും ആ സെയിം നമ്പർ തന്നെ കൂട്ടുമ്പോൾ ബിയും വരണം. അത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഏതാണെന്ന് നോക്കാം. ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 6 ആയിരുന്നു. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5ഉം 6ഉം -5ഉം. അപ്പോൾ ഏത് 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഇവിടെ +6 ആണ്, +6 കിട്ടാൻ നോക്കുക. അതുപോലെ തന്നെ ഇൻറ്റു ചെയ്യുമ്പോൾ -5. അപ്പോൾ ഇവിടെ -2 -3 എന്നുള്ള 2 നമ്പേഴ്സ് കിട്ടും. ആ -2ഉം -3നെ നമുക്ക് എങ്ങനെ എഴുതാം, -2 × x - 3 എന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയതാണ് എന്ത്, x - 2 × x - 3 എന്നുള്ളത്. എങ്ങനെ -2 -3 കിട്ടിയത്, ഇൻറ്റു ചെയ്യുമ്പോൾ സിയും കിട്ടണം, അതുപോലെ തന്നെ ആ സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോൾ ബിയും കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 2 നമ്പേഴ്സിനെ നമ്മൾ എന്താക്കിയിട്ട് എഴുതി, പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതി. അപ്പോൾ നമുക്കെന്ത് കിട്ടി, ന്യൂമറേറ്റർ നമ്മൾ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതി. ഇവിടെ ഡിനോമിനേറ്റർ എന്താ വരുന്നത്, x² + x - 6 ആണ്. ഇവിടെ ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക, ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 2 നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ c എന്ന് പറയുന്നത് -6 ആണ്. ആ നമ്പർ സെയിം നമ്പർ കൂട്ടുമ്പോൾ ഇവിടെ എന്ത് വരണം, 1 എന്ന് കിട്ടണം. -1 അല്ല, സോറി, +1 ആണ്, +1 എന്ന് കിട്ടണം. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് വരിക, ഇവിടെ 2ഉം 3ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6 കിട്ടും. ഏതെങ്കിലും ഒന്ന് മൈനസ് ആകുമ്പോഴേ നമുക്ക് ആൻസർ -6 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത കണ്ടീഷൻ നോക്കുക. കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, +1 കിട്ടണം. അപ്പോൾ ഇവിടെ വലിയത് നമ്മൾ മൈനസും പ്ലസും കൂട്ടുമ്പോൾ എന്താ ചെയ്യാറ്, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം,
ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞത് എന്താണ് 3 ആണ്. അപ്പോൾ 2 നമ്മൾ എന്ത് ചെയ്യും മൈനസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് വരിക -2 × 3 എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടും -6 എന്ന് കിട്ടും. -2 + 3 എന്താണ് +1 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം x² + 5x x² + x - 6നെ x - 2 × x + 3 എന്ന് എഴുതാം. ഇനി നമുക്കപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഫാക്ടറൈസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം ലിമിറ്റ് കണ്ടുപിടിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ലിമിറ്റ് x → 2 x² - 5x + 6/x² + x - 6 = ലിമിറ്റ് x → 2. നമ്മൾ ന്യൂമറേറ്റർ ഫാക്ടറൈസ് എന്തായിരുന്നു x - 2 × x - 3. താഴെ ഡിനോമിനേറ്റർ x - 2 × x + 3 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക ഇവിടെ x - 2 ഉണ്ട്, ഇവിടെ x - 2 ഉണ്ട്, രണ്ടും ക്യാൻസലായി പോകും. ബാക്കി എന്ത് വരും x - 3/x + 3 എന്ന് വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഡയറക്റ്റായിട്ട് ഇവിടെ 2 ആണ്, അത് നമ്മൾ എക്സിന് 2 എന്ന് കൊടുക്കുക. അപ്പോൾ 2 - 3/2 + 3 എന്ന് വരും -1/5 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഇവിടെ x² - 5x + 6/x² + x - 6 ഇതെന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റു ചെയ്യുമ്പോൾ സിയും അതുപോലെ തന്നെ ആ സെയിം നമ്പർ കൂട്ടുമ്പോൾ ബിയും കിട്ടണം. ആ രണ്ട് നമ്പേഴ്സിനെ എന്നിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ആ സൈൻ തന്നെ കൊടുത്ത് പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതും. അപ്പോൾ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ലിമിറ്റ് x → 0 sin 3x/x × cos x. ഇതെന്താണ് ലിമിറ്റാണ്. ഇവിടെ sin 3x/x ഉണ്ട്. അപ്പോൾ അതെന്താണ് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്ത് ട്രിഗണോമെട്രിക്കൽ ലിമിറ്റ് റിസൾട്ട് അപ്ലൈ ചെയ്യണം. റിസൾട്ട് എന്തായിരുന്നു ലിമിറ്റ് θ → 0 sin θ/θ = 1 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു cos x ഉണ്ട്. ഈ cos xന് നമ്മൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളിവിടെ ബാക്കി വരുന്ന പോർഷൻസ് എന്തായിരുന്നു sin 3x/x. സൈനിൻ്റെ കൂടെ ഇവിടെ ഏതാണ് ആംഗിൾ വരുന്നത് 3x ആണ്. അപ്പോൾ താഴെ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് വരണം ഇവിടെ 3x വരണം. അപ്പോഴേ നമുക്ക് =1 എന്ന റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 3x ആണ്. അപ്പോൾ താഴെ 3x വരാൻ നമ്മൾ എന്ത് ചെയ്യണം ഡിനോമിനേറ്റർ 3 വരണമെങ്കിൽ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുന്ന സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യണം ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യുക. ബാക്കി cos xന് ലിമിറ്റ് x → 0 cos x എന്ന് കൊടുക്കുക. ഈ മൾട്ടിപ്ലൈ ചെയ്ത 3നെ നമ്മൾ പുറത്തെടുക്കുക. 3 × ലിമിറ്റിൻ്റെ പുറത്തെടുക്കുമെന്ന് വരും 3 × ലിമിറ്റ് x → 0 sin 3x/3x = ഇവിടെ ടേമും കൂടെ ഉണ്ട് x → 0 cos x ആണ്. x → 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക cos 0 എന്ന് കൊടുക്കും. ഇവിടെ 3 × ഇതിൻ്റെ ലിമിറ്റ് എന്താണ് =1 ആണ്. ട്രിഗണോമെട്രിക്കൽ ലിമിറ്റ് റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാം 1 ആണ് എന്ന് പറയാം. cos 0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും =3 എന്ന് വരും. അപ്പോൾ ഇത് ട്രിഗണോമെട്രിക്കൽ ലിമിറ്റാണ്. ട്രിഗണോമെട്രിക്കൽ ലിമിറ്റിൽ ശ്രദ്ധിക്കേണ്ടത് സൈനിൻ്റെ കൂടെ വരുന്ന സെയിം തന്നെ എന്ത് വരണം ഡിനോമിനേറ്ററിലും വരണം. അപ്പോൾ അത് ഏതാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ കൂടെ മൾട്ടിപ്ലൈ കൂടെ ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x + 1/x - 1. x + 1/x - 1 ആണ്. ഇതേതാണ് u/v എന്ന ഫോമിലാണ്. അപ്പോൾ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം u/v ആവുമ്പോൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. എന്തായിരുന്നു കോഷ്യൻ റൂള് ഡെറിവേറ്റീവ് ഓഫ് u/v = v × ഡെറിവേറ്റീവ് ഓഫ് u മൈനസ് u × ഡെറിവേറ്റീവ് ഓഫ് v ഡിവൈഡഡ് ബൈ v². അപ്പോൾ ഈ കോഷ്യൻ റൂള് അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യുക മുകളിലുള്ളത് u ആയിട്ട് എടുക്കുക. മുകളിലുള്ളത് u ആയിട്ട് എടുക്കുക. താഴെ വരുന്നത് എന്തായിട്ട് എടുക്കുക v ആയിട്ട് എടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ റൂൾ എങ്ങനെ വരും v × ഡെറിവേറ്റീവ് ഓഫ് u മൈനസ് u × ഡെറിവേറ്റീവ് ഓഫ് v ഡിവൈഡഡ് ബൈ v² എന്ന് വരും. അപ്പോൾ x - 1 ഈ x - 1ന് അതുപോലെ താഴെ എഴുതുക ഇൻറ്റു x + 1ൻ്റെ ഡെറിവേറ്റീവാണ്. എങ്ങനെ വരും ഡെറിവേറ്റീവ് ഓഫ് x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ്
അതുപോലെ എഴുതാം x+1 ഈ x+1 ഇൻറ്റു x-1ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 1 ഡിവൈഡഡ് ബൈ v². ഇനി x-1 അതുപോലെ എഴുതാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0 അതാണ് 1+0 എന്ന് എഴുതിയിട്ടുള്ളത് മൈനസ് x+1 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1ൻ്റെ ഡെറിവേറ്റീവ് -0. അപ്പോൾ എന്ത് വരും 1ൻ്റെത് 0 ആണ്, ഇവിടെ മൈനസ് ആണ്, അപ്പോൾ എന്ത് വരും -0 x-1 എന്ന് വരും. ഇനി ഈ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും ഇവിടെ 1+0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇൻറ്റു 1 ചെയ്യുമ്പോൾ x+1 എന്ന് വരും. ഇവിടെ x-1 എന്ന് വരും. അപ്പോൾ ഇവിടെ x-1 മൈനസ് ഉണ്ട്, ഇവിടെ x+1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -x-1 എന്ന് വരും ഡിവൈഡഡ് ബൈ x-1 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താണ് എക്സും -x ക്യാൻസലായി പോകും, ബാക്കി -1 -2/x-1 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്, ഇത് u/v എന്ന ഫോമിലാണ്. അപ്പോൾ എന്താണ് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. x+1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 1 ആണ്. ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 1 എന്ന് വരും. അപ്പോൾ കോഷ്യൻ റൂളും വൃത്തിയായിട്ട് പഠിക്കുക. ഇനി അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ അതിൽ വന്നിട്ടുള്ളത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്തായിരുന്നു പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു വി ഈക്വൽ ടു u ഇൻറ്റു അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതായിരുന്നു പ്രൊഡക്റ്റ് റൂൾ. ആ റൂള് നോക്കുക, റൂള് നോക്കിയിട്ട് എന്ത് ചെയ്യുക ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ u ആയിട്ട് എടുക്കുക എക്സിനെ, കൊസീക്ക് എക്സിനെ b ആയിട്ട് എടുക്കുക. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് പ്ലസ് കൊസീക്ക് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എക്സ് ഇൻറ്റു കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് പ്ലസ് കൊസീക്ക് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇനി ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് പ്ലസ് കൊസീക്ക് എക്സ് എന്ന് വരും. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് റൂളാണ്. u ഇൻറ്റു വി ആകുമ്പോൾ മനസ്സിലാക്കുക എന്താണ് പ്രൊഡക്റ്റ് റൂളാണ്. ഇവിടെ എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് e raised to 2x ഇൻറ്റു sin 2x. അപ്പോൾ ഇവിടെ എന്താണ് e raised to 2x ഇൻറ്റു sin 2x ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് ഇവിടെ e raised to f of x എന്ന ഫോമിലാണ്, അതുപോലെ തന്നെ sin f of x ആണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് e raised to 2x ഇൻറ്റു sin 2x ആണ്. അപ്പോൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ അപ്പോൾ എന്ത് വരും e raised to 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin 2x പ്ലസ് sin 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e raised to 2x. e raised to 2x ഇൻറ്റു sin f of xൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു cos f of x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് f of x. ഇവിടെ f of x എന്താണ് 2x ആണ് പ്ലസ് sin 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e raised to 2x. അപ്പോൾ sin 2x ഇൻറ്റു e raised to f of xൻ്റെ എന്തായിരുന്നു e raised to f of x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് f of x. അപ്പോൾ ഇവിടെ e raised to 2x ഇൻറ്റു cos 2x ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് വരും 2 എന്ന് വരും പ്ലസ് sin 2x ഇൻറ്റു e raised to 2x ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ 2 ഇൻറ്റു e raised to 2x രണ്ടിലും കോമൺ ആയിട്ട് പുറത്തെടുക്കുക cos 2x പ്ലസ് sin 2x എന്ന് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് e raised to നമ്മുടെ ക്വസ്റ്റ്യന് e raised to 2x ഇൻറ്റു sin 2x ആണ്. അപ്പോൾ ഇൻറ്റു ആയതുകൊണ്ട് ആദ്യം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്നിട്ട് sin f of xൻ്റെ ഡെറിവേറ്റീവാണ് sin 2x ആണ് ഇവിടെ, അതുപോലെ തന്നെ e raised to 2x ആണ്. അപ്പോൾ e raised to f of xൻ്റെ റിസൾട്ടും അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ sin log x ബൈ എക്സ്. അപ്പോൾ ഇവിടെ എന്ത് sin f of x ആണ് ബൈ എക്സ്. അപ്പോൾ ഇവിടെ u/v എന്ന ഫോമിലാണ്. അപ്പോൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു അതായത് v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u മൈനസ് u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v ഡിവൈഡഡ് ബൈ v².
അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ ലോഗ് എക്സ്, സൈൻ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? കോസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് സൈൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇനി എക്സ് ഇൻറ്റു കോസ് ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x മൈനസ് സൈൻ ലോഗ് എക്സ്. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. എക്സ് ഇൻറ്റു 1/x ആണ്. എക്സും എക്സും ക്യാൻസലായി പോയി ബാക്കി എന്ത് വരും? എക്സ് കോസ് ലോഗ് എക്സ് മൈനസ് സൈൻ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ ലോഗ് എക്സ് ബൈ എക്സ്. അപ്പോൾ ലോഗ് സൈൻ എഫ് ഓഫ് എക്സ് ആണ്, താഴെ എന്തുണ്ട്? എക്സും ഉണ്ട്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യുക, സൈൻ എഫ് ഓഫ് എക്സിൻ്റെ റിസൾട്ടും അപ്ലൈ ചെയ്യുക. ഇനി അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ഇൻറ്റു പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഇതെന്താണ്? എക്സും വൈയും കണക്റ്റഡ് ആയിട്ടാണ്, മിക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. എന്തായിരുന്നു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? നമ്മൾ ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു വൈ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. എക്സ് സ്ക്വയറിൻ്റെത് 2x പ്ലസ് എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സും വൈയും എന്താണ്? വേരിയബിളാണ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ആകുമ്പോൾ എന്താ അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ. എക്സിനെ യു ആയിട്ടും വൈനെ വി ആയിട്ടും എടുക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇവിടെ 2x ഇവിടെ എന്തുണ്ട്? ഒരു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അപ്പോൾ 2x പ്ലസ് വൈ എന്നുണ്ട്. ഈ രണ്ട് ടേമിലും dy ബൈ ഡി എക്സ് ഉണ്ട്. അതിനെ നമ്മളിവിടെ നിർത്തിയിട്ട് ഈ രണ്ട് ടേമിന് എന്ത് ചെയ്യുക? ഈക്വൽ ടുൻ്റെ പുറത്തുണ്ട്. അപ്പോൾ എന്ത് വരും? പ്ലസ് 2x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 2x ആവും, പ്ലസ് വൈ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് വൈ ആവും. അപ്പോൾ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 2x മൈനസ് വൈ എന്ന് വരും. രണ്ടൊന്നും ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുക, എക്സ് പ്ലസ് 2y എന്ന് വരും ഈക്വൽ ടു മൈനസ് 2x മൈനസ് വൈ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 2x ബൈ മൈനസ് 2y മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y എന്ന് വരും. അപ്പോൾ ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എക്സ് ഈക്വൽ ടു ടി മൈനസ് സൈൻ ടി വൈ ഈക്വൽ ടു 1 മൈനസ് കോസ് ടി. എക്സും വൈയും തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ്. എന്താണ്? ഇതൊരു പാരാമെട്രിക് ഫംഗ്ഷനാണ്. എങ്ങനെയാണ് ഒരു പാരാമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാം? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഡി വൈ ബൈ ഡി ടി കാണണം. വൈ തന്നിട്ടുണ്ട്. ഡി എക്സ് ബൈ ഡി ടി കാണണം. എന്താണ്? എക്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും കാണാം. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ വരും. അതായത് ഡെറിവേറ്റീവ് ഓഫ് ടി മൈനസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി. ടീൻ്റെ ഡെറിവേറ്റീവ് 1, സൈൻ ടീൻ്റെത് കോസ് ടി എന്ന് വരും. അപ്പോൾ 1 മൈനസ് കോസ് ടി എന്ന് വരും. അപ്പോൾ ഇവിടെ വൈ ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് കോസ്റ്റ്. 1ൻ്റെത് 0 മൈനസ് കോസ്റ്റിൻ്റെത് മൈനസ് സൈൻ ടി. അപ്പോൾ ഈ മൈനസും മൈനസും പ്ലസ് ആവും. ബാക്കി എന്ത് വരും? സൈൻ ടി എന്ന് വരും. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സും ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും കിട്ടി. അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി സൈൻ ടി ബൈ 1 മൈനസ് കോസ്റ്റ്. അപ്പോൾ ഇത്രയാണ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു.